കുത്തു പൊറോട്ട കഴിക്കാൻ ഭയങ്കര പൂതിയായി എന്താ അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പോൾ പാക്കറ്റ് പൊറോട്ട കേട്ടോ ഞാൻ യൂസ് ചെയ്യണം. അപ്പോൾ ഒരു മാജിക് കാണിച്ച് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കയറ്റിയെടുക്കാം. ഇതൊക്കെയാണ് അതിൽ ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പൊറോട്ട ചുട്ടെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ കറിവേപ്പില ഇട്ട് ആദ്യം പൊട്ടിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും വെളിയുള്ളി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴന്നതിന് ശേഷം സാൾട്ടും ടേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അതിനിടെ കൂടെ ഇക്കാൻ്റെ ഹെൽപ്പിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. അത് നന്നായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളും ചേർത്തെടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അത് നന്നായി വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അതിനുശേഷം പിച്ചി വെച്ച പൊറോട്ടയും കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉച്ചക്ക് വെച്ച ചിക്കൻ കറിയുടെ ബാക്കിയും കൂടി ഉണ്ടായിരുന്നു, അതും അങ്ങോട്ട് ഒഴിച്ചു. അതിലേക്ക് ചിക്കൻ്റെ പീസും കൂടി പെറുക്കിയിട്ട് 2 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് നന്നായി നമുക്ക് ഇളക്കി നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ മുട്ട ഇട്ട് നന്നായി ഇളക്കി വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം മൂടി വെക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ കൊത്തു പൊറോട്ട റെഡി. ഇനി നമുക്കിത് ഇക്കാക്കനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താലോ? ഇക്ക പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യണത് ശരിയല്ലല്ലോ, ഇക്ക ടേസ്റ്റ് ചെയ്യണല്ലേ അതിൻ്റെ ഒരു ശരി. അപ്പം ഇക്കാൻ്റെ കേട്ടോ. സൂപ്പർ. അപ്പോൾ ഓക്കെ.